ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലോകത്ത് തന്നെ നോക്കുമ്പോൾ വളരെയധികം വ്യത്യസ്തതകളുള്ള രാജ്യമാണ് ഇന്ത്യ. ഭൂപ്രകൃതിയുടെ കാര്യമാണെങ്കിലും സംസ്കാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വ്യത്യസ്തമാണ്. എന്നാൽ ഇവിടുത്തെ ജനങ്ങൾ പരസ്പര സഹകരണത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. അത് അവർ വാഹനം വാങ്ങിക്കുന്ന കാര്യത്തിലാണെങ്കിലും. ഓരോ മാസത്തെയും സെയിൽസ് ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമ്പർ 1 ആയി വരുന്നത് മാരുതി സുസുക്കിയാണ്. വർഷങ്ങളായി മാരുതിയാണ് ഇന്ത്യയിൽ സാധാരണക്കാരുടെ വാഹന സ്വപ്നം സാക്ഷാത്കരിക്കുന്നത്. മാരുതി ഇന്ത്യയിൽ 15 ലക്ഷങ്ങൾക്ക് ഉള്ളിൽ വരുന്ന ചെറുകാറുകളാണ് നിർമ്മിച്ചു വരുന്നത്. അത് അൾട്ടോ മുതൽ എസ്ക്രോസ് വരെ നീളുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മോഡലുകളുള്ളതും മാരുതിക്ക് തന്നെയാണ്. ഇതുകൂടാതെ പല പ്രത്യേകതകളും മാരുതി വാഹനങ്ങൾക്കുണ്ട്. എന്നാൽ കുറച്ചു കാലമായി ഇന്ത്യയിൽ മാരുതി പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങളിൽ സുരക്ഷ നൽകുന്നില്ല എന്നാണ് പരാതി. ഏറ്റവും പുതിയ ഹാർടെക് പ്ലാറ്റ്ഫോമും കൂടാതെ ക്രംബിൾ സോൺ സുരക്ഷാ സാങ്കേതിക വിദ്യയും കൂടാതെ എയർ ബാഗുകളും ABSഉം വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ ഒറ്റയിടിയിൽ തന്നെ വാഹനം തവിട് പൊടിയായി മാറുകയാണ്. കൂടാതെ ക്രാഷ് ടെസ്റ്റുകളിൽ പോലും മാരുതി വാഹനങ്ങൾ വിജയിക്കുന്നില്ല. ഇതെല്ലാം കാണുമ്പോൾ മാരുതി വാഹനങ്ങൾ എങ്ങനെ വിൽപ്പനയിൽ 1-ാം സ്ഥാനത്ത് എത്തുന്നു എന്ന കാര്യത്തിലും ജനങ്ങൾ എന്തുകൊണ്ട് മാരുതി വാഹനങ്ങൾ വാങ്ങുന്നു എന്ന കാര്യത്തിലും നമുക്കൊരു സംശയമുണ്ടാകും. ഇത്തരത്തിലുള്ള സംശയത്തിന് പൂർണ്ണ ഒറ്റവാക്കിലുള്ള മറുപടിയാണ് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളാണ് മാരുതി വാഹനങ്ങൾ വാങ്ങിക്കുന്നത്. ഇന്ത്യയിലെ സാധാരണക്കാരന് വേണ്ടത് നല്ല സ്ഥല സൗകര്യമുള്ള വാഹനങ്ങളാണ്. കൂടാതെ ഉയർന്ന മൈലേജ് നൽകുന്ന വാഹനങ്ങളും വാഹനത്തിന് വിപണിയിൽ ഏറ്റവും കുറഞ്ഞ പരിപാലന ചിലവും വാഹനം വാങ്ങിക്കുന്ന കസ്റ്റമർക്ക് കൂടുതൽ കാലം ഉപയോഗിക്കാമെന്ന ഉറപ്പും എവിടെ വെച്ചും ഏത് സമയത്തും വാഹനം കമ്പനി നന്നാക്കി കൊടുക്കുമെന്ന ഉറപ്പും ഉണ്ട്. കൂടാതെ വാഹനം വിൽക്കുന്ന സമയത്ത് ഈ കമ്പനിയുടെ വാഹനങ്ങൾക്ക് മാർക്കറ്റിൽ ഏറ്റവും ഉയർന്ന വിലയാണ് നൽകി വരുന്നത്. മാരുതി ഡീലർഷിപ്പുകൾ കസ്റ്റമറുമായി നല്ല ബന്ധമാണ് പുലർത്തി പോരുന്നത്. മേൽപ്പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം മാരുതി ഇന്ത്യയിലെ സാധാരണക്കാർക്ക് നൽകുമ്പോൾ അവർ ഹാപ്പിയാണ്. ആ കാര്യം നോക്കുമ്പോഴാണ് ഇന്ത്യയിൽ മാരുതി നമ്പർ 1 ആയി വരുന്നത്. സേഫ്റ്റി ഇല്ല എന്ന് പറയുമ്പോഴും ഇന്ത്യയിൽ മാരുതി വാഹനങ്ങൾ വാങ്ങിക്കാൻ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ജനങ്ങളുടെ ആവശ്യകത മുൻനിർത്തി വാഹനം സെലക്ട് ചെയ്യുമ്പോഴാണ് വാഹനത്തിന് പോരായ്മകളും അതുപോലെ തന്നെ ഗുണങ്ങളും വരുന്നത്. ഒരു കസ്റ്റമറുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഇന്ത്യയിൽ മേൽപ്പറഞ്ഞ ഫീച്ചേഴ്സ് നൽകാൻ മാരുതിയല്ലാതെ മറ്റൊരു ഓപ്ഷൻ തന്നെ ഇന്ന് ഇന്ത്യയിലില്ല. കാരണം സാധാരണക്കാർക്ക് ചെറുകാർ നിർമ്മിച്ചു നൽകുന്നതിൽ അഗ്രഗണ്യന്മാരാണ് മാരുതി സുസുക്കി. മേൽപ്പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം മാരുതി അന്നും ഇന്നും മുടങ്ങാതെ വാഹന ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഫീച്ചേഴ്സാണ്. വാഹന വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.